മൈ ഗാഡ്, അപ്പൊ നമ്മൾ വന്നിട്ട് നമ്മളെ BMW ചെറിയൊരു ആക്സിഡന്റ് ഒക്കെ പറ്റി ഓഫ് റോഡ് ഒക്കെ പോയിട്ട് വന്നപ്പോഴത്തെ നമ്മൾ എന്താ പറയുക ഷോപ്പിംഗ് ചെയ്യാൻ പെട്രോൾ പമ്പ് പെട്രോൾ പമ്പിൽ നിർത്തി. അപ്പൊ ഒരു ചങ്ങായി എന്നിട്ട് തട്ടിച്ചിട്ട് മുണ്ടാതെ സ്പീഡ് എടുത്തു. ഞങ്ങൾ പിന്നെ അവനെ കുടിച്ചു, അവൻ്റെ പൈസ ഒക്കെ മേടിച്ച് അങ്ങനെ പൈസ ഒക്കെ മേടിച്ച് ഞങ്ങള് ഇപ്പൊ വണ്ടി സർവീസ് ഇനി എന്താ പറയാ വണ്ടി ഒരു എന്നോട് പറഞ്ഞ് സർവീസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം. ഞാൻ വാഷ് ചെയ്യാൻ പോയിന്ന് പെട്രോൾ പമ്പ്. എന്നിട്ട് അപ്പൊ എണ്ണ കഴിഞ്ഞു. അപ്പൊ പെട്രോൾ പമ്പ് വേറെ കയറി എണ്ണ അടിച്ചിട്ട് വാഷ് ചെയ്യാൻ പോയി വിചാരിച്ചു. അപ്പൊ ഇയാൾ വന്നിട്ട് തട്ടിച്ച്. അപ്പൊ എന്നോട് പറഞ്ഞ് നമുക്ക് സെറ്റ് ആക്കിയിട്ട് വാഷ് ചെയ്യാന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മള് BMW വീടാ പറയാണ്. നമ്മളിനി അങ്ങോട്ട് നമ്മളെ പേരൊരു ദൂരമാണ് കഴിച്ച്. നമ്മള് ലൊക്കേഷൻ ഇട്ട് നോക്കാം. ലൊക്കേഷനിൽ നമ്മളെ പേരെ കാണിക്കുന്നത് ഇവിടെ. അധികം ലെങ്ത് കൂട്ടണില്ല, ഞാൻ വീഡിയോ കട്ടാക്കാന്ന് തന്നെ വിചാരിക്കുന്നത്. അപ്പൊ അവിടെ എത്തിയിട്ട് കാണാ. അല്ല കുറച്ച് നാൾക്ക് കാണിക്കല നമ്മൾ ഇവിടുന്ന് പോണൊക്കെ വിശ്വസിക്കൂല. ഇനി പെര എത്തിയിട്ട് കാണാം. അപ്പൊ കഴിച്ച് നമ്മളവിടുന്ന് പോന്നപ്പോ തന്നെ എനിക്ക് ഇവിടുത്തെ ആള് എന്താ പറയാ പുതിയൊരു സ്ഥലം പിടിച്ചെന്നേന്. എന്റെ പേര ഇവിടെ അല്ല, സ്റ്റാൻഡ് നടന്നു പോകാൻ കുറെ ലോങ് ആയോണ്ട് എന്താ പറയാ എന്റെ ഫ്രണ്ട് പറഞ്ഞ ഇജിപ്പോ എന്റെ വിലയിൽ കൊടുത്തോന്ന്. അപ്പൊ നമുക്ക് ഓന്റെ പേരെ എടുക്കതാണ് ഓന്റെ പേര. ഓന്റെ പേരെ കയറിയൊക്കെ കേട്ടോ. കേറാൻ പറ്റൂലെന്ന് തോന്നണേ. നോക്കാം, കയറാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇല്ല, ഇവിടെ കയറാൻ പറ്റൂല. അടക്കേ ഇല്ല, ടൈപ്പ് കയറാൻ പറ്റില്ല. അപ്പൊ എന്താ പറയാ നമുക്ക് ഇവിടെയും കയറാൻ പറ്റുമോ? നമുക്ക് നീ ഇവിടെയും കൊടുക്കല. ഗൈസ് നമ്മൾ ഇവിടെ ഇങ്ങനെ ബീച്ച് ഒക്കെ കണ്ടിട്ട് നമ്മൾ വരാം. എന്നോട് പറഞ്ഞ ഒരു 24 മണിക്കൂറിന്റെ ഒരു പണി ഉള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞേ. സോ നമുക്ക് നോക്കാം വണ്ടി എന്താന്ന് തണുപ്പിച്ച് കിട്ടാന്ന്. പക്ഷെ നമ്മള് അത് ഒരു വാഷ് ചെയ്ത് തരില്ല അത്ര. അത് നമ്മൾ എക്സ്ട്രാ കായ് കൊടുത്തിട്ട് നമ്മൾ വാഷ് ചെയ്യണം. പിന്നെ പൈസ ഞങ്ങൾക്ക് അടിച്ചിട്ട് പൈസ കുറവാണ് ഒരു പക്ഷേ. അത് ഞാൻ എന്താ പറയുക ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് പൈസ ഇനി പിന്നെ വണ്ടി കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യാണ്ട് ഇവിടെ ഗിഫ്റ്റ് പൈസ ഇനി. അപ്പൊ ഇനി രാത്രി ആയിട്ട് കാണാം. ഓക്കെ ബൈ. അപ്പൊ ഗൈസ് രാത്രി എന്താ പറയാ ആയി കഴിഞ്ഞ് പിന്നെ നമ്മള് വീഡിയോ എടുക്കാനൊക്കെ മറന്നു. രാത്രി അങ്ങോട്ട് മലേന്റെ ഒക്കെ അങ്ങോട്ടൊക്കെ പോയി ഫുൾ ചില്ലായി. പക്ഷെ അങ്ങനെ ഓഫ് റോഡ് ചെയ്യാൻ തകർന്നിട്ട് ചെയ്യാം ഗൈസ്. നമ്മള് വണ്ടി കിട്ടിയതിന്റെ ക്ഷീണിയും പോകും. ഒരു പക്ഷെ പൈസ ഇല്ല, വാഷ് ചെയ്യാനുണ്ടോന്നൊക്കെ അറിയില്ല. നമുക്ക് നോക്കാം. വണ്ടി വാഷിംഗ് ഏരിയക്ക് ഇനി കൊണ്ടുപോകാം. ഈ പൊന്തയും തൂമ്പാടിയൊക്കെ കടന്ന് നമ്മളെ വണ്ടി ഇവിടെ പാമ്പുണ്ടാവുമെന്ന് ഒരു ചെറിയൊരു പേടില്ല. നമ്മളെ വണ്ടി ഇപ്പൊ നമുക്ക് നോക്കാം ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളെന്താ പറയാ അങ്ങനെ നമ്മൾ കാണുമ്പോ നമ്മൾ ഓരോടും ചോദിച്ചു നോക്കട്ടെ. ഓക്കെ, അപ്പൊ ഞാനോട് ചോദിച്ചിട്ട് കാണാം. അത് കേബിളോട് ഗൈസ് നമ്മളെ BMW എവിടെ ഉള്ളത് നമ്മൾ കണ്ടിരിക്കണ്. നമ്മള് അത് എന്നോട് പറഞ്ഞു കഴിഞ്ഞ പാട് പിന്നെ വേറെ വണ്ടി വന്നീന് സ്ഥലം മാറ്റിയിട്ടാണ് ഇതേ കെടുക്കണു. നീടക്കറ തിളങ്ങി കത്തണു. ഇതൊക്കെ ഇപ്പൊ വണ്ടി കുറച്ച് സീനൊക്കെ കിട്ടില്ല. നല്ല സാധനം. ഓക്കെ, നമ്മൾ സ്ക്രാച്ച് പോയിക്കണോ നോക്കട്ടെ. ഗായ്സ് വണ്ടി സീനായിട്ടോ. പക്ഷെ ചളിയാണ്. ബുദ്ധിമുട്ടാക്കണം നമുക്ക്. അപ്പൊ ചളി മാറ്റാൻ ലൊക്കേഷൻ ഇടാം. ചളി മാറ്റാൻ ഇനി ഇവിടെ മാത്രമേ ഉള്ളൂ ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്കങ്ങോട്ട് പോവാം ഗൈസ്. എന്താ പറയാ ലൈറ്റ് അറിയാം. നമ്മൾ BMW പറപ്പിച്ചാണ് വിട്ട് 100 110
ഒന്ന് നോക്കി എത്ര സ്പീഡിലൂടെ 200 കയറി ഗൈസ്. 200. ചെറുതായിട്ടൊന്ന് കാണാൻ പറ്റിയാണ്, വേറെ ഒന്നുമില്ല. എനിക്ക് പറ്റിയ വയസ്സ് വണ്ടിക്ക് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി നോക്കാം. 2000 രൂപ പോയിട്ടാം കൊണ്ടുപോകും. ഗൈസ് നമ്മളെ വണ്ടി ഇനി കാണിച്ചു തരാം നിങ്ങൾക്ക്. കാണിച്ചു തരാട്ടോ. ഓ ഗായ്സ് വണ്ടി ലെവലായിട്ടോ, ലെവല് സാധനം. എനിക്ക് തോന്നുന്നു വണ്ടിക്ക് ചൊറുക്ക് അത്ര പോരല്ലേ. 2 സ്റ്റിക്കർ ഒട്ടിക്കാം സൈഡ്. ഗൈസ് നമുക്ക് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ, ഈ വണ്ടി സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഗിവ് അവേ ആയിട്ട് നിങ്ങൾക്ക് തരണോന്ന്. നിങ്ങൾ ഗിവ് അവേ ആയിട്ട് ഈ വണ്ടി വേണ്ടവര് ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക. ഈ വണ്ടി കാറിന്ന് കമന്റ് ചെയ്തവർക്ക് ഉറപ്പായിട്ട് 0 കമന്റ് ഉള്ളവർക്കല്ല, എന്താ പറയാ, കമന്റ് അല്ല, 0 കമന്റ് ഇട്ടേലില്ല. നമ്മള് കമന്റ് ഇട്ടേല് 0 ലൈക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് തരും. അതിന്റെ അക്കാരന് ആരാ നോക്കല്ലേ. ഈ വണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സ്റ്റിക്കർ കൊട്ടിക്കോട്ടെ. ഇവിടെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ തൊപ്പിന്ന് അടിക്കല്ലേ. നോക്കാം. അത് ഞാൻ ഒന്ന് ചെയ്താലാ. അപ്പൊ ഇത് കണ്ടന്റ് നിർത്തിയാലും ചെറുതായിട്ട് അലക്കട്ടെ. നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കാണ്ട്. സ്റ്റിക്കർ ഒട്ടിക്ക 10 കാലിന്റെ അക്കൗണ്ട് ബാലൻസ് നോക്കി വെറും 3000 രൂപ ഉണ്ട്. 3000 രൂപ വെച്ചിട്ട് മഴ എന്ത് ചെയ്യാൻ പറയണം. എന്ത് ആ വേറെ തന്നെ വേണം. ഞാൻ സ്റ്റിക്കർ വർക്ക് അത് ഇതൊക്കെ പാട് അത്യാവശ്യം നല്ലൊരു പൈസ ഉണ്ടാവും. അപ്പൊ ഇനി നിങ്ങൾ ഈ വണ്ടി ഇങ്ങനെ അവിടെ കാണും. ഓക്കെ ബൈ.